വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള കാളപൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ കർഷകരുടെ ഒരു ഉത്സവം എന്നുള്ള പ്രതിനിധിയായിട്ടാണ് നമ്മൾ പാടത്തെ പണികളെല്ലാം കഴിഞ്ഞ് നടിയിലും മറ്റുള്ള പണികളും കഴിഞ്ഞ് കർഷകൻ്റെ ഒരു ഉത്സവമായിട്ട് മാമാങ്കമായിട്ട് ഞങ്ങൾ കണക്കാക്കിയിട്ട് വർഷത്തിൽ രണ്ടും ഓണത്തിനും ഇതുപോലെ ഈ സമയങ്ങളിലും നടത്താറുണ്ട്. ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ വക ആണ് ഇന്ന് പൂട്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ കാറ്ററേഷൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, പാലക്കാട് കൃഷിക്കാർ തന്നെയാണ്. അതൊരു കൂട്ടായ്മയാക്കിയിട്ട് ഫണ്ടിൽ സ്വരൂപിക്കാനായിട്ട് ഒരു കൂട്ടായ്മയാക്കിയിട്ട് നല്ലൊരു ഭാരിച്ച ചിലവ് വരുന്ന ഒരു സംഭവമാണ്. അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ വകയാണ് ഇന്നത്തെ പൂട്ടോട് മത്സരം നടത്തിയിട്ടുള്ളത്. 120 ജോഡിയോളം പങ്കെടുത്തിട്ടുണ്ട് ഇന്നത്തെ മത്സരത്തിൽ എന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. നല്ലൊരു മത്സരമായിട്ട് ഇതിനെ കൊണ്ടുപോകണം എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലും നമുക്കിതിന് ഒന്ന് പറയാനേ ഉള്ളൂ. ഇനി അടുത്ത ഫെബ്രുവരി 16-ാം തീയതിക്ക് ആലത്തൂർ തോണിപ്പാടത്ത് ഒരു മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിലും കൂടി ഈ കന്നുടമസ്ഥന്മാരും എല്ലാവരും നിങ്ങളും TV ചാനലുകാരും എല്ലാവരും അവിടെയും കൂടെ പങ്കെടുത്ത് ഞങ്ങളുടെ ഈ പരിപാടി വൻപിച്ച് വിജയമാക്കി തീർക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളൂ. പാലക്കാട് ജില്ലയുടെ ഒരു ഉത്സവമാണ്, കാർഷിക ഉത്സവമാണ് ഇതിൻ്റെ അടിസ്ഥാനം. അതിന് എല്ലാവരും ഞങ്ങൾക്ക് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ആൾക്കാർ മലപ്പുറം ജില്ലകളിൽ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും കാണിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്, കാണാൻ അതിൽ സപ്പോർട്ട് തന്നിട്ടുണ്ട് അല്ലേ. ഒരുപാട് ആൾക്കാർ പൊള്ളാച്ചി അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ അതിന് സ്പോൺസർഷിപ്പ് ചെയ്തിട്ടുണ്ട്, ട്രോഫികളെല്ലാം സ്പോൺസർ ചെയ്തിട്ടുണ്ട് അല്ലേ. മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അല്ല പ്രൈസ് മണി ഇല്ല, നമുക്ക് ട്രോഫികൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാണാം അവിടെ സ്റ്റേജിൽ എല്ലാവർക്കും പ്രൈസാണുള്ളത്. 1 മുതൽ 5 സ്ഥാനം വരേക്കുള്ള കന്നുകൾക്കാണ് ആ പ്രൈസ് കൊടുക്കാറുള്ളത്. ഇത് വിഭാഗങ്ങളിലാണ്. അത് പല്ല് പറയാത്ത ചെറിയ കുട്ടികൾ സബ് ജൂനിയർ, 2 പല്ല് 4 പല്ല് എന്നുള്ള കാറ്റഗറിയിലാണ് ജൂനിയർ, 5 പല്ല് 6 പല്ലിന് ശേഷമുള്ളതിന് സീനിയർ. അങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് നമ്മളിതിന് മത്സരം നടത്തിക്കാറുള്ളത്. ഇതുകൊണ്ട് ഇത് മത്സരം എന്ന് പറയുകയാണെങ്കിലും ഇത് ഞങ്ങൾക്ക് മത്സരമല്ല, ഇതൊരു സൗഹൃദ കൂട്ടായ്മയാണ്. ഇതിൽ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഇത് കർഷക തൊഴിലാളികളുടെ കാർഷിക വിഭവമായിട്ട് എല്ലാവരും ഒത്തുകൂടിക്കൊണ്ട് കാർഷിക ഉത്സവമായിട്ട് തന്നെ, പാലക്കാടിൻ്റെ കാർഷിക ഉത്സവമായി തന്നെയാണ് ഞങ്ങൾ കൊണ്ട് നടക്കുന്നത്. പ്രാചീന കാലം മുതൽ അങ്ങനെയുണ്ട്. ഇപ്പോൾ പുതിയ തലമുറകളും അത് ഏറ്റെടുത്ത് അത് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഞങ്ങളുടെ വിനീതമായ ഒരു അഭ്യർത്ഥന ഈ ചാനൽ മുഖാന്തരം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ഒരു സഹായങ്ങളും സ്പോൺസർഷിപ്പ് ഇതിന് ഇല്ല. വള്ളംകളിയെപ്പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള വിഭാഗങ്ങളെപ്പോലെ ഞങ്ങളെ കൂടെ ആ കാർഷികോത്സവത്തിൻ്റെ ഭാഗമായി ഈ ഒരു മെസ്സേജ് അങ്ങോട്ട് ആർക്കെങ്കിലും എത്തുകയാണെങ്കിൽ ഇതൊരു കാർഷികോത്സവം മറ്റ് പാലക്കാടിൻ്റെ പാലപ്പുഴയുടെ വള്ളംകളി എന്ന് പറഞ്ഞാൽ പാലക്കാടിൻ്റെ കാർഷികോത്സവം അതും ഈ ടൂറിസം വകുപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനെ വളരെ ഗംഭീരമായി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം ഉണ്ടാവണം. എല്ലാ ഭാഗത്തും ഉണ്ട്. മരമടി മത്സരം എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും ഉള്ളതാണ്.